യെച്ചൂരിയുടെ വിയോഗ വാർത്ത അറിഞ്ഞതോടെ പാർട്ടി ആസ്ഥാനമായ AKG ഭവനിലേക്ക് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒഴുക്കായിരുന്നു. പാർട്ടി ആസ്ഥാനത്ത് പതാക താഴ്ത്തിക്കെട്ടി രാജ്യവ്യാപകമായി 2 ദിവസത്തെ ദുഃഖാചരണം CPIM പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദിൽ പാലോട് ചേരുന്ന വിവരങ്ങളുമായി. അതിൽ നിരവധി പ്രമുഖരാണ് യെച്ചൂരിയെ ഓർമ്മിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്. എന്താണ് ദില്ലി AKG ഭവനിലെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും പ്രതികരണം? CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. പ്രധാനമന്ത്രി ഇടതുപക്ഷത്തിന്റെ വെളിച്ചം എന്നാണ് സീതാറാം യെച്ചൂരിയെ വിശേഷിപ്പിച്ചത്. പാർലമെന്ററി രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സീതാറാം യെച്ചൂരിക്കായെന്നും കുടുംബത്തിന്റെ ദുഃഖത്തിനൊപ്പം താൻ ചേരുകയാണെന്നും പ്രധാനമന്ത്രി എക്സിലും സമൂഹ മാധ്യമങ്ങളിലും കുറിച്ചു. രാഹുൽ ഗാന്ധിയുടെ പരാമർശവും മറ്റൊന്നായിരുന്നില്ല. രാജ്യത്തിന്റെ ആശയങ്ങളുടെ സംരക്ഷകനായിരുന്നു സീതാറാം യെച്ചൂരിയുമായുള്ള നീണ്ട ചർച്ചകൾ താൻ ഓർക്കുകയാണെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി സീതാറാം യെച്ചൂരിക്ക് അനുശോചനങ്ങൾ അറിയിച്ചു. ബൃന്ദ കാരാട്ട് അടക്കമുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും അനുശോചനങ്ങൾ അറിയിച്ച് രംഗത്തെത്തി. ഇന്ത്യക്ക് ഒരു മകനെ നഷ്ടമായി എന്നുള്ളതായിരുന്നു വിതുമ്പിക്കൊണ്ട് ബൃന്ദ കാരാട്ടിന്റെ പ്രതികരണം. പ്രകാശ് കാരാട്ട് പറഞ്ഞത് തീരാ നഷ്ടമാണ്. ഇന്ത്യയിലെ മതനിരപേക്ഷ കക്ഷികളെ ഒരുമിച്ച് ചേർത്ത് ഇന്ത്യയിലെ വർഗീയ ഭരണകൂടത്തിനെതിരെ പോരാടുന്നതിൽ നേതൃപരമായ പങ്കുവഹിച്ചയാളാണ്, നേതാവാണ് സീതാറാം യെച്ചൂരി എന്ന് പോളിറ്റ് ബ്യൂറോ അംഗവും വളരെ ദീർഘകാലം സഹപ്രവർത്തകനുമായിരുന്ന പ്രകാശ് കാരാട്ട് ഓർത്തെടുത്തു. മല്ലികാർജ്ജുൻ ഖർഗെ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും അനുശോചനങ്ങൾ അറിയിച്ചു. ജനങ്ങളെ സേവിക്കാൻ ജീവിതം സമർപ്പിച്ച നേതാവായിരുന്നു സീതാറാം യെച്ചൂരി എന്നായിരുന്നു മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞത്. ഇന്നും നാളെയും CPIM പ്രാദേശിക ദുഃഖാചരണം ആചരിക്കുകയാണ്. എല്ലാ ബ്രാഞ്ചുകളിലും അനുശോചന പരിപാടികൾ നടത്താനുള്ള നിർദ്ദേശം കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് തന്നെ പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ആം ആദ്മി പാർട്ടി നേതാക്കൾ AKG ഭവനിലെത്തി അനുശോചനങ്ങൾ അർപ്പിച്ചു. ഈ വിയോഗത്തിന്റെ ഭാഗമായി അനുശോചനങ്ങൾ അർപ്പിച്ചുകൊണ്ട് AKG ഭവനിലെ പാർട്ടി പതാക പകുതി താഴ്ത്തിക്കെട്ടിയിരുന്നു. പിന്നാലെ സീതാറാം യെച്ചൂരിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി നേതാക്കൾ ഒത്തുകൂടുകയും ചെയ്തു. രാജ്യമാകെ സീതാറാം യെച്ചൂരിയെ ഓർക്കുന്നതാണ് വിയോഗത്തിന് ശേഷം തൊട്ടുടനെ നമ്മൾ കണ്ട കാഴ്ച. പ്രധാനമന്ത്രി മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് രംഗത്തെത്തുന്നതായിരുന്നു. പലർക്കും പലതരത്തിലുള്ള ഓർമ്മകളാണ് സീതാറാം യെച്ചൂരിയെക്കുറിച്ച് പങ്കുവയ്ക്കാനുണ്ടായിരുന്നത്. അടുത്ത ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും പൊതുദർശനത്തിൽ പങ്കെടുത്ത് കൂടുതൽ പ്രതികരണങ്ങൾ നടത്തിയേക്കുമെന്നാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പുഞ്ചിരി സമ്മാനിച്ച പ്രിയ നേതാവിന്റെ വിയോഗത്തിൽ വിതുമ്പുകയാണ് രാജ്യത്തുള്ള CPM പ്രവർത്തകരെല്ലാം തന്നെയും. സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവില്ല. പൊതുദർശനത്തിന് ശേഷം ദില്ലി എയിംസിന് മൃതദേഹം വിട്ടു നൽകും. ആദിൽ പാലോടും നോബൽ മാരിക്കാരനുമാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് തിരിച്ചു